പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, കേരള സമൂഹം വലിയ നവോത്ഥാനം ആർജിച്ച ഒരു സമൂഹമാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ജാതീയമായ കൊലകൾ, മരണമെന്നല്ല ഇതിനെ വിളിക്കേണ്ടത്, കൊലകളെന്നാണ്. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ നിതിൻ രാജിൻ്റെ കൊലപാതകം. കാരണം സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ ഇത്തരം മരണത്തെ പൊതുവെ സ്ഥാപനപരമായ ഹിംസ എന്നായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിയാൽ സ്ഥാപനപരമായൊരു ഹിംസയാണ് അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിൽ നടന്നിട്ടുള്ളത്. ഡോക്ടർ എം കെ റാമും ഡോക്ടർ സംഗീത നമ്പ്യാർ ഉൾപ്പെടെയുള്ള അധ്യാപകർ ചേർന്നിട്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവനും ജീവിതവുമെല്ലാം സമ്പൂർണ്ണമായി അപഹരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പറയുന്നത് തങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ഒരു ലോൺ ആപ്പാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിനെ ലോൺ ആപ്പിൻ്റെ കഥ വെച്ച് മറച്ചു പിടിക്കാനുള്ള ശ്രമമാണിപ്പോൾ കൊണ്ടുപിടിച്ച് കേരളത്തിലാകമാനം നടന്നു വരുന്നത്. ഒരു പയ്യൻ്റെ, ഒരു ചെറുപ്പക്കാരൻ്റെ, ഡോക്ടറാകുവാൻ അതിയായി ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഇങ്ങനെ 8 ദിവസമായിട്ടും അതിലെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നുള്ളത് എത്രമാത്രം ഈ സംവിധാനങ്ങൾ ദളിത് വിരുദ്ധവും ആദിവാസി വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായി തീർന്നിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ തിരുവനന്തപുരത്ത്, അവർ കുറ്റമൊന്നും ചെയ്യാതെ ഒരു കള്ളപ്പരാതിയുടെ പേരിൽ അവരെ പോലീസ് തടങ്കിൽ പാർപ്പിച്ചു. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി കുടിക്കാനാണ് അധികാരികൾ ആജ്ഞാപിച്ചത്. ഒരു കുറ്റവും ചെയ്തിട്ടില്ലായിരുന്നു അവർ. പക്ഷേ കള്ളപ്പരാതി കൊടുത്തവർ കേരളത്തിൻ്റെ സമൂഹ ചരിത്രത്തിൽ എവിടെയില്ല, അവർ ഒളിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ വിനായകൻ എന്ന് പറയുന്നൊരു പയ്യൻ റോഡിൽ നിൽക്കുകയായിരുന്നു. അവനെ പിടിച്ചുകൊണ്ട് പോയി അധികാരികൾ, പോലീസ് അധികാരികൾ. ഹിംസാത്മകമായ ആക്രമണത്തിൻ്റെ അനന്തരം ആ പയ്യൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. ജിഷ്ണു പ്രണോയ്, സിദ്ധാർത്ഥ്, അമ്മു സജീവ്, ഇങ്ങനെ എത്രയോ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ജീവനവും ജീവിതവും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, കേരളത്തിൽ നമ്പർ 1 എന്നറിയപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദളിതരുടെയും ആദിവാസികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ ജീവനവും ജീവിതവും അപഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇനിയും ജനാധിപത്യവൽക്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നിതിൻ രാജിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. തുടരെയുള്ള ജാതി ഹിംസ, അങ്ങേയറ്റത്തെ ജാതി വെറിയോടുകൂടിയുള്ള വർത്തമാനം. ഈ സംഭവത്തിന് ശേഷം, ഈ പയ്യൻ്റെ കൊലപാതകത്തിന് ശേഷം ആ കോളേജിലെ നിരവധിയായ വിദ്യാർത്ഥികൾ ഡോക്ടർ എം കെ റാമിനും അതുപോലെ തന്നെ മറ്റ് അധ്യാപകർക്കെതിരെയും നിരവധി തെളിവുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു. അതിൻ്റെ അനന്തരഫലമെന്ന വണ്ണമാണ് ഇന്നലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കൂട്ടം അധ്യാപകർ ഒന്നടങ്കം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ രാജിവെക്കൽ ഒരു അടവ് നയം മാത്രമാണ് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ അവിടെ സ്വീകരിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് മെഡിക്കൽ കൗൺസിലും ദന്തൽ കൗൺസിലും ഒക്കെ തന്നെ ഈ അധ്യാപകരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ അത്തരം നടപടികൾ കോടതിയിൽ നിന്നും മെഡിക്കൽ കൗൺസിലിൽ നിന്നും നേരിടുമെന്ന് ഭയപ്പെട്ടിട്ടാണ് സ്വയമേവ രാജിവെക്കുന്നത്. കാരണം ഭാവിയിൽ മറ്റേതെങ്കിലും കോളേജുകളിൽ തങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് തടസ്സം വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തന്ത്രപരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ തന്ത്രപരമായ രാജി. ഈ ലോൺ ആപ്പിൻ്റെ കഥ, മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ലോൺ ആപ്പിൻ്റെ കഥയാണ് പറയുന്നത്. ഈ സംഭവം നടന്ന തൊട്ടടുത്ത നിമിഷം തന്നെ അധികാരികൾ പറഞ്ഞ കഥ ലോൺ ആപ്പിൻ്റെ കഥയാണ്. നോക്കൂ, ഒരു 14,000 രൂപയുടെ വിഷയമാണ്. ആ കോളേജിലെ അധ്യാപകർ മനുഷ്യപ്പറ്റില്ലാത്തവരാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു 14,000 രൂപ കനത്ത ശമ്പളം വാങ്ങുന്ന ഈ അധ്യാപകർക്ക് ആ പയ്യൻ്റെ ഒരു 14,000 രൂപ എങ്ങനെയെങ്കിലും കൊടുത്ത് ഒരു 4 അധ്യാപകർക്ക് ഒരു 1000 രൂപ വീതം ഇട്ടാൽ പോലും ആ പയ്യൻ്റെ കടം തീർക്കാമല്ലോ.
അപ്പോൾ എത്രമാത്രം മനുഷ്യപ്പറ്റില്ലാത്ത മൃഗസമാനരായ മനസ്സിൻ്റെ ഉടമകളാണ് ആ കോളേജിൽ അധ്യാപകർ നമ്മൾ മനസ്സിലാക്കണം. ഇത് തിരിച്ചറിയാതെ ലോണാപ്പിൻ്റെ കഥ പറഞ്ഞ് വാദിയെ പ്രതിയാക്കുകയും ഇരയെ തന്നെ കൊലവാളിയാക്കുകയും കുറ്റവാളിയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ കണ്ണൂർ ഡെൻ്റൽ കോളേജ് നിലനിൽക്കുകയാണ്. മനുഷ്യപ്പറ്റില്ലാത്തവരാണ്. നോക്കൂ, ആ കോളേജിലെ പ്രിൻസിപ്പൽ ഈ സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ എന്താണ്? ഡോക്ടർ റാമിനെ പറ്റി ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. നിരവധി പരാതികൾ ആ കോളേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞു. തന്നെയല്ല, ചില സംബന്ധിച്ച് ആ കോളേജിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ അറിയാതിരിക്കുക, കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക വ്യത അറിയാതിരിക്കുക, ഇതൊക്കെ തന്നെ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാവും. തന്നെയല്ല, ആ സ്ഥാപനത്തിൽ ഒരു ഇക്വാളിറ്റി, ഒരു സമത്വം നിലനിർത്തുന്നതിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനകത്തില്ല എന്നുള്ളതാണ്. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാതി ഹിംസയ്ക്കെതിരായ, അതുപോലെ തന്നെ അസമത്വങ്ങൾക്കെതിരായിട്ടുള്ള ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സ്ഥാപനത്തിനുള്ളിൽ വേണം. പക്ഷേ അത്തരം ഒരു ഘടന ഈ ഡെൻ്റൽ കോളേജിൽ ഇല്ല എന്ന് പറയുന്നതിലൂടെ ജനാധിപത്യ വിരുദ്ധമായിട്ട് മാത്രമല്ല, മാനദണ്ഡങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിലവിൽ വന്ന വിവരങ്ങളനുസരിച്ച് 300 ഏക്കർ സ്ഥലം തന്നെ അനധികൃതമായി കയ്യേറിയിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് എന്ന് തന്നെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. തന്നെയല്ല, ആ കോളേജിലെ പ്രിൻസിപ്പൽ, മറ്റധ്യാപകർ, ഇവരെയെല്ലാം കൂട്ടുപ്രതികളായി ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. തന്നെയല്ല, ഈ സംഭവം നടന്നിട്ട് പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റും അതിൻ്റെ ഭാരവാഹികൾ ഇപ്പോഴും ഇരുട്ടിൻ്റെ മറയത്ത് നിൽക്കുക. നമുക്ക് പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനെ പറ്റി അറിഞ്ഞുകൂടാ, ആ ഭാരവാഹികളെ അറിഞ്ഞുകൂടാ. അവരെല്ലാം തന്നെ ഈ മായക്കാഴ്ചക്കകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയാത്തൊരു മായാലോകത്ത് അവരിയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അഴിമതിയും കെടുകാര്യസ്ഥതയും ജനാധിപത്യ വിരുദ്ധതയും വിദ്യാർത്ഥികളോട് അതിക്രൂരമായി പെരുമാറുന്ന അധ്യാപകരുള്ള ഒരു സ്ഥാപനമാണ് ഈ കണ്ണൂർ ഡെൻ്റൽ കോളേജ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇത് തെളിയിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ മിടുക്കരായ പാർശ്വവൽകൃത വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ തെരഞ്ഞു പിടിച്ച് അവരുടെ ജീവനും ജീവിതവും അപഹരിക്കുക എന്ന് പറയുന്ന സവർണ ഒളിഗാർക്കിക്കൽ തന്ത്രമാണ് കണ്ണൂർ ഡെൻ്റൽ മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് മറ്റു വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ ഇത്തരം ഒരു അപകടം നേരിടേണ്ടി വരുന്നില്ല? അത് രോഹിത് വെമുലയിൽ ആരംഭിക്കുന്ന, അതിനു മുമ്പ് തന്നെ നിലനിൽക്കുന്ന പായ തത്വിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥാപനപരമായ ഹിംസയുടെ ഇരയാണ് യഥാർത്ഥത്തിൽ നിതിൻ രാജ് എന്ന് പറയുന്നത്. നമ്മൾ മേന് നടിക്കുമല്ലോ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നമ്പർ 1 ആണ്. ഉന്നതങ്ങളിൽ പേരെടുത്ത മേഖലയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് സവർണ മധ്യമ ജാതി വിഭാഗങ്ങൾ കൈയടക്കിയിരിക്കുന്നൊരു മേഖലയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല. കേരളത്തിലെ എയ്ഡഡ് സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് കീഴിലുള്ള കോളേജുകളുടെ അധ്യാപകരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നൊരു പ്രത്യേക ജാതി വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകരാണ് ആ കോളേജുകളിലെല്ലാം ഉള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല കണ്ണൂർ ഡെൻ്റൽ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും. അതുകൊണ്ടാണ് ആ അധ്യാപകരിരിക്കുന്ന സ്റ്റാഫ് മുറി ഒരു ഇടിമുറിയെ പോലെ കുട്ടികളെ അപമാനിക്കാനുള്ള ഇടമാക്കിയത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായിട്ടാണ്, സാമൂഹ്യ നീതിയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പക്ഷേ സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായി, 8 ദിവസമായി പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. പ്രതി ഒളിവില്ല എന്നാണ് പറയുന്നത്. AI സാങ്കേതിക വിദ്യയും മറ്റ് എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യ വികസിച്ചൊരു കാലത്ത് റാമും സംഗീത നമ്പ്യാരും ഒളിവിലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഒന്നേ ഉള്ളൂ, അവർക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രതിസ്ഥാനത്ത് ഏതെങ്കിലും ദളിതരോ ആദിവാസികളോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? സെക്കൻഡുകൾക്കകം അയാളെ അറസ്റ്റ് ചെയ്തേനെ, സെക്കൻഡുകൾക്കകം അറസ്റ്റ് ചെയ്തേനെ. ചില പ്രോ സംഗീസ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റാം ഒരു ദളിതനാണെന്നാണ്. അയാളുടെ ജാമ്യാപേക്ഷ അയാൾ ദളിതനാണെന്ന് പറയുന്നുണ്ടോ? പോലീസ് ഇതുവരെ അയാൾ ദളിതനാണെന്ന് കണ്ടെത്തിയിട്ടില്ല. സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിട്ടേ ഉള്ളൂ കേരള പോലീസ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ സംഘികൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അയാൾ ദളിതനാണ്. ഇങ്ങനെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ലോൺ ആപ്പിൻ്റെ കഥ കൊണ്ടുവരിക, അയാൾ ദളിതനാണെന്ന് പറയും. ഇനി അയാൾ ദളിതനാണെന്ന് തന്നെ ഇരിക്കട്ടെ, സംഗീത നമ്പ്യാരും മറ്റ് അധ്യാപകരും എല്ലാം ഉണ്ടല്ലോ. ഇത്രമാത്രം ക്രൂരമായിട്ട് കുട്ടികളോട് പെരുമാറുന്ന ഒരു അധ്യാപകനെ സംരക്ഷിക്കേണ്ട എന്ത് ബാധ്യതയാണ് ഉള്ളത്?
ഈ സംഭവം നടന്ന് എല്ലാ കാര്യത്തിനും മുമ്പിലാണല്ലോ ഹിന്ദുത്വവാദികൾ. ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയപ്പോൾ ഞങ്ങൾ നമ്പൂതിരിയോടൊപ്പമാണ്, കണ്ഠരരോടൊപ്പമാണെന്ന്, അയ്യപ്പജ്യോതി തെളിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് പറഞ്ഞ് ഹിന്ദുത്വവാദികളെ ഈ പയ്യൻ കൊലപ്പെട്ടതിന് ശേഷം ഇവരെ ആരെങ്കിലും നമ്മൾ തെരുവീതികളിൽ കണ്ടിട്ടുണ്ടോ? ഇവരെത്ര പേര് പ്രസ്താവന ഇറക്കി? അപ്പോൾ കാര്യക്ഷമമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നിതിൻ രാജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അടക്കി ഭരിക്കുന്ന ഡോക്ടർ റാമുമാരെയും സംഗീത നമ്പ്യാർമാരെയും നിലയ്ക്ക് നമ്മൾ നിർത്തണം. വേറൊരു പണിക്കരുണ്ടല്ലോ, ആസ്ഥാന സംഘ നിരീക്ഷക അഭിപ്രായമുണ്ട്. പക്ഷേ ഈ നിതിൻ രാജ് കൊലപ്പെട്ടതിന് ശേഷം സംഘി പണിക്കരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ സമ്പൂർണ്ണ മൗനത്തിലാണ്. പുള്ളിക്ക് ഒന്നും പറയാനില്ല. എല്ലാ കാര്യത്തിലും അഭിപ്രായമുള്ള ആളാണ്. പക്ഷേ ഈ വിഷയത്തിൽ പുള്ളിക്കൊരു അഭിപ്രായവും ഇല്ല, അഭിപ്രായം പറയാനില്ല. എന്തുകൊണ്ടാണ് പുള്ളിക്ക് അഭിപ്രായം ഇല്ലാത്തത്? കാരണം പ്രതിസ്ഥാനത്ത് റാമും സംഗീത നമ്പ്യാരുമാണ്. ജാതിവാലികളുള്ള ആളുകൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പണിക്കർമാർ മൗന ഖനീഭൂതരായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇക്കാര്യത്തിൽ നമ്മൾ നിശബ്ദരായിരിക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ നിതിൻ രാജിൻ്റെ കൊലപാതകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ദുരിതപൂർണമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ പോലെ, ഉത്തരേന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കേരളം എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടെങ്കിൽ പോലും ജാതിഹിംസയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല, നമുക്ക് സൂക്ഷ്മ പരിശോധനയിൽ ബോധ്യപ്പെടും. അപ്പോൾ ഈ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാൻ വൈകും തോറും നാളെ ഏതെങ്കിലും ദളിതനെയും ആദിവാസികളെയും കേരളത്തിൽ തല്ലിക്കൊല്ലാലും ആരും ചോദിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ജനാധിപത്യ വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു ചെറിയ കാര്യമല്ല നടന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പുറമേക്ക് നമ്മൾ വലിയ പുരോഗമനമാണെന്ന് പറയുമ്പോഴും അകത്ത് ഉള്ളിൽ ജാതിഹിംസ കൊണ്ടു നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് കേരളത്തിലുള്ളത്. മാറി മാറി ഭരിച്ച കേരളത്തിലെ ഭരണകൂടങ്ങൾക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ജനാധിപത്യവൽക്കരിക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ ദൃക്സാക്ഷിയായി എന്താ പറയേണ്ടത്, അതിൻ്റെ ഒരു ഇരയായി നമ്മുടെ മുമ്പിൽ നിതിൻ രാജിൻ്റെ മരണം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ആ കോളേജിലെ ഒരു വിദ്യാർത്ഥിയൊന്നുമല്ല, നിരവധി വിദ്യാർത്ഥികൾ അനവധി തെളിവുകൾ പറഞ്ഞിട്ട് പോലും ഈ കൊലയാളികളെ, കൂട്ടുപ്രതികളെ, അധ്യാപകരെ ചോദ്യം ചെയ്യാൻ മടി കാണിക്കുന്നു എന്നുള്ളത് നമ്മുടെ അധികാര കേന്ദ്രങ്ങളും ഭരണകൂടവും ദളിതരെയും ആദിവാസികളെയും കൊന്നാൽ ഒരു കുഴപ്പവും ഇല്ല. മനുസ്മൃതിയിൽ പറയുന്നത് പോലെ അവരൊക്കെ മനുസ്മൃതിയിൽ ഒരു കാര്യം പറയും, ഒരു ബ്രാഹ്മണൻ കുറ്റം ചെയ്താൽ അയാളുടെ തല മുട്ടയടിച്ചാൽ മാത്രം മതിയെന്ന്. അതിൻ്റെ കാരണം എന്താണ്? മറ്റുള്ളവരുടെ ജീവൻ ഒരു ബ്രാഹ്മണൻ്റെ തലയിലെ മുടി പോലെ മാത്രമേ ഉള്ളൂ എന്നാണ് മനുസ്മൃതിയുടെ സങ്കല്പം. ആ രീതിയിലാണിപ്പോൾ നിതിൻ രാജിൻ്റെ കൊലയാളികളെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടാകും. 8 ദിവസമായി എന്നിട്ട് പോലും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും കേരളത്തിൽ സംജാതമായിട്ടില്ല. വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വീടില്ലാത്തത് കൊണ്ടാണോ നിതിൻ രാജ് കൊല്ലപ്പെട്ടത്? വീടായിരുന്നു നിതിൻ രാജിൻ്റെ പ്രശ്നം. അപ്പോൾ നീതി ലഭ്യമാകുന്ന സാഹചര്യം മറച്ചു വെച്ച് അതിനെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച് ആ യഥാർത്ഥ വിഷയം എന്താണോ, ഏത് വിഷയത്തിലാണോ നീതി ലഭിക്കേണ്ടത് അത് മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജനാധിപത്യ വിശ്വാസികൾ ഉണർന്ന് പ്രവർത്തിക്കണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ജനാധിപത്യവൽക്കരിക്കുന്നതിനും മറ്റൊരു നിതിൻ രാജ് ഉണ്ടാകാതിരിക്കുന്നതിനും കേരള സമൂഹം ജാഗ്രതയോടെ പ്രവർത്തിക്കണം. ഈ കൂട്ടായ്മയുടെ പേരിലുള്ള സ്വതന്ത്ര ചിന്തകരുടെ, ഈ യുക്തിചിന്തകരുടെ ഈ കൂട്ടായ്മയ്ക്ക് നിതിൻ രാജിൻ്റെ ഈ കൊലയാളികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം, അതിനുള്ള നടപടികൾ അധികാര കേന്ദ്രങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ മരണത്തിലെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിലും നീതി ലഭ്യമാകുന്നതിനുള്ള കാലതാമസത്തിലും ശക്തമായ ദൃഢമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.